കാൽവിൻ പെർഫ്യൂംസിൻ്റെ 31ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ വിഷുവിൻ്റെ ആശംസകൾ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2 ഓഫീസ് പെർഫ്യൂംസാണ്. ഒരു എന്താ പറയുക, വളരെ പോപ്പുലറായിട്ടുള്ളൊരു പെർഫ്യൂം തന്നെയാണ് രണ്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അമേരിക്കൻ ബ്രാൻഡ് ഏബർക്രോംബി ആൻഡ് ഫിച്ച്, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചയമുള്ളൊരു ബ്രാൻഡ് ആയിരിക്കും. ആ ബ്രാൻഡ് വളരെ പോപ്പുലറാണ്. ബേസിക്കലി അത് പെർഫ്യൂമിലല്ല അതിൻ്റെ ബ്രാൻഡ് പോപ്പുലർ. അവർ കുറച്ച് ഗാർമെൻറ്റ്സ്, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് അത്. അവർ അതിൻ്റെ കൂടെ തന്നെ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസിലും എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ്ങിലും ഒക്കെയുള്ള പോപ്പുലറായിട്ടുള്ളൊരു ബ്രാൻഡാണ്. അവരുടെ 2000-ൻ്റെ ആദ്യകാലത്തിൽ ഇറങ്ങിയ ഫിയേഴ്സ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം, ആ പെർഫ്യൂം ശരിക്കും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കൻ ബ്രാൻഡാണ്. അമേരിക്കയുടെ ആ പെർഫ്യൂം ഇറങ്ങിയപ്പോൾ ഒരു ഫ്രാഗ്രൻസ് സ്റ്റോക്കായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയം ഏബർക്രോംബി ഫിഞ്ചിൻ്റെ ഫിയേഴ്സ് എന്ന് പറയുന്ന പെർഫ്യൂം. എല്ലാവരും സംസാരിക്കുന്ന ഈ ഒരു പെർഫ്യൂമിനെ പറ്റി മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അത്രയും പോപ്പുലറായിപ്പോയി, വളരെ ക്വിക്ക് പീരീഡിൽ വളരെ പോപ്പുലറായിപ്പോയ ഒരു പെർഫ്യൂമാണ് ഈ ഫിയേഴ്സ് എന്ന് പറയുന്ന പെർഫ്യൂം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെർഫ്യൂം കമ്പനി തന്നെ കുറച്ച് ബാക്ക്വേർഡ് പോവുമോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അത് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനൊക്കെ ആയിട്ട് അവർ പുതിയതായിട്ട് 2019 കണ്ടാന്ന് തോന്നുന്നു വീണ്ടും അത് റീലോഞ്ച് ചെയ്തത്. ഇപ്പോഴും അതൊരു സംസാര വിഷയമായിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഈ ഫിയേഴ്സ് എന്ന് പറയുന്നത് പെർഫ്യൂം. വലിയ ലക്ഷറി ബ്രാൻഡൊന്നും അല്ല, വലിയ കോസ്റ്റുള്ളൊരു പെർഫ്യൂമൊന്നുമല്ല. പക്ഷേ അതൊരു യുണീക്ക്നെസ് ആ പെർഫ്യൂമിൽ ഉണ്ട്. നമ്മൾ പറയുമല്ലോ മൾട്ടിപ്പിൾ നോട്ട്സുകൾ, കോംപ്ലിക്കേറ്റഡ് നോട്ട്സുകൾ ഉള്ള പെർഫ്യൂംസ് എന്നൊക്കെ. ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. നമ്മൾ ആദ്യം സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ് വൈബായിരിക്കും നമുക്ക് കിട്ടും. പക്ക ഫ്രഷ് വൈബ്, മേ ബി ഒരു സിട്രസ് ഫീൽ കിട്ടാം. അതിൻ്റെ അകത്തൊരു കണ്ടൻസ് വരുന്നത് ഓറഞ്ചിൻ്റെയും ചെറുനാരങ്ങയുടെയും ജിഞ്ചറിൻ്റെയൊക്കെ കൂടിയുള്ളൊരു ഫസ്റ്റ് ഓപ്പണിങ് ഫ്രഷ് സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതിനൊരു ഡ്രൈ ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇതിൻ്റെ മണം നമുക്കറിയാവുന്ന എല്ലാ മണവും നമുക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഒരു വുഡി നോട്ട്സ് അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യും, ഒരു മസ്കി നോട്ട്സ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യും. എന്താ പറയുക, അങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഇതുണ്ടല്ലോ, സ്മെല്ലുകളെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ് ഫിയേഴ്സ് എന്നുള്ള പെർഫ്യൂംസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പെർഫ്യൂമാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടത്, ഒരാൾ അതിനെപ്പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നടന്നു പോയി കഴിയുമ്പോഴത്തേക്കും ആ പോകുന്ന വഴിയിൽ ആ സ്മെല്ല് അവിടെ നിൽക്കും എന്നാണ് പറയുന്നത്. ഔട്ട്സൈഡ് അല്ല കേട്ടോ, ഔട്ട്സൈഡ് യൂസ് ചെയ്യുന്നൊരു പെർഫ്യൂം അല്ല ഇത്. ഉദ്ദേശിച്ചത് ഇൻസൈഡ് യൂസ് ചെയ്യുന്ന. ഓഫീസിൽ ഒരു സാറ് ഓഫീസിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ആ സാറ് പോയ വഴികളൊക്കെ ആ മണം ഉണ്ട് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമായിരുന്നു ഈ ഫിയേഴ്സ് എന്ന് പറയുന്ന പെർഫ്യൂം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം. നമുക്കൊരു അഫോർഡബിൾ പ്രൈസേ അതിൻ്റെ അകത്തുള്ളൂ, എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു പെർഫ്യൂമാണ്. ഇതാണ് ഏബർക്രോംബി ഫിഞ്ചിൻ്റെ ഫിയേഴ്സ് എന്ന് പറയുന്ന പെർഫ്യൂം. രണ്ടാമത്തെ പെർഫ്യൂം ഇതിനോട് വളരെയധികം സാമ്യം എനിക്ക് തോന്നി. നോട്ട്സുകളൊക്കെ കുറച്ചധികം സാമ്യം എനിക്ക് തോന്നി. സിട്രസ് വൈബ്, വുഡി വൈബ്, മസ്കുലർ വൈബ്, അങ്ങനെ തന്നെ പോകുന്നൊരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു യൂട്യൂബിൽ പെർഫ്യൂം സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജെർമി ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചാനലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വേൾഡിലെ നമ്പർ 1 ഈ ഫ്രാഗ്രൻസ് റിവ്യൂ ചെയ്യുന്ന ആളും ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെയുള്ള ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫ്യൂമാണ് ഓഫീസ് ഫോർ മെൻ എന്ന് പറയുന്നത്. ഒരു ബ്ലാക്ക് കളർ ബോട്ടിലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരുപാട് പോപ്പുലർ ഒന്നുമല്ല, കടകളിലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഒരു ഷോപ്പുകളിലും ഈ ഓഫീസ് ഫോർ മെൻ എന്നുള്ളൊരു പെർഫ്യൂം ഞാൻ കണ്ടിട്ടില്ല. ബട്ട് അതിൻ്റെയൊക്കെ റിവ്യൂസ് ഞാൻ ഒരുപാട് വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഏത് ഇത് വരുമ്പോൾ, ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ പെർഫ്യൂം ആയതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ പറയാതിരിക്കില്ലല്ലോ. അതും ഒരു സിട്രസ് വൈബിൽ വന്നിട്ട് ഒരു വുഡി മസ്കുലർ നോട്ട്സിലേക്ക് വരുന്നൊരു ഓഫീസ് പെർഫ്യൂമാണ്. ഈ 2 പെർഫ്യൂമും
ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുകിടുക്കാച്ചി പെർഫ്യൂംസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നല്ല ലോഞ്ചിവിറ്റി ഉണ്ട് ഓഫീസിൻ്റെ അകത്ത്. അതാണ് ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പെർഫ്യൂമാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. വേറൊരു കോമ്പിനേഷൻ, നമുക്ക് സാധാരണ പെർഫ്യൂമുകളിൽ നിന്നുള്ള മണത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.